2022 മുതൽ തുടങ്ങിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഷാരോൺ വധക്കേസിൽ ഇന്ന് വിധിയുണ്ടായത്. ഒന്നാം പ്രതി ഗ്രീഷ്മ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കോടതിക്ക് ബോധ്യമായി. രണ്ടാം പ്രതി നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിച്ചുവെന്നും കോടതി കണ്ടെത്തി. മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി കുറ്റവിമുക്തയാക്കുകയും ചെയ്തു. നിർവികാരതയോടെ വിധികേട്ട ഗ്രീഷ്മ കോടതിക്ക് പുറത്തേക്കിറങ്ങി. അമ്മയ്ക്ക് വീട്ടിലേക്ക് മടങ്ങാം. കേസിൽ പ്രതിയായതിനു ശേഷം ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഗ്രീഷ്മ ചെയ്തത് കുറ്റമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഗ്രീഷ്മ, ഈ വിധിയോട് എങ്ങനെയാണ് ഗ്രീഷ്മ പ്രതികരിക്കുന്നത്? ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും എല്ലാം കടന്നുപോയത് സങ്കീർണമായ ഘട്ടങ്ങളിലൂടെയാണ്. അതിനാൽ തന്നെ കോടതിയിൽ ഈ കേസ് തെളിയിക്കപ്പെടുമ്പോൾ ഇരു കൂട്ടർക്കും അഭിമാനിക്കാം. വളരെയധികം ഒരു ചാലഞ്ചസ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ കാപ്പിക്ക് എന്ന വിഷം കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരോണിന്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ, കാരണം ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല. ഷാരോണിന്റെ സഹോദരൻ ഷിമോൺ ഒരു ആയുർവേദ ഡോക്ടറാണ്. അതിനാൽ തന്നെ കഷായം കുടിച്ച് ഛർദ്ദിച്ചു എന്നുള്ള വെളിപ്പെടുത്തലെല്ലാം സംശയത്തോടെയാണ് ഷിമോൺ കണ്ടത്. ഇടവേളകളില്ലാതെ ഷാരോണിന്റെ കുടുംബം നടത്തിയ നിയമപോരാട്ടം കൂടിയാണ് ഇന്ന് വിജയം കണ്ടത്. കഷായം കുടിച്ചിട്ട് ഇങ്ങനെ വരൂല എന്നുള്ള കാര്യത്തിൽ ബോധമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സിംറ്റംസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉള്ളിൽ എന്തോ വിഷം പോലത്തെ എന്തോ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് വന്നത്. അവൻ മരിക്കുമെന്നുള്ളത് അവ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവ ആദ്യം ആരുടെ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ രജിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതവൻ പിന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയണം. അതിനുശേഷം അവന് ഏകദേശം ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് പപ്പയെടുത്ത്, എനിക്ക് തോന്നുന്നു 22-ാം തീയതി പപ്പയെടുത്ത് എല്ലാ കാര്യങ്ങളും, അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പപ്പയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് പപ്പ അവനെ ക്ലീനാക്കാൻ പോവുക രാവിലെ ICUവിലോട്ട്. അപ്പോൾ ICUവിൽ വെച്ചിട്ട് പപ്പയെടുത്ത് അവയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഷാരോണിന്റെ സുഹൃത്ത് റിജിൻ നൽകിയ മൊഴിയാണ്. ഗ്രീഷ്മ ഷാരോണിന് വിഷം കലക്കി നൽകുന്ന ദിവസം ഷാരോണിനെ ആ വീട്ടിലേക്ക് എത്തിച്ചത് റിജിനായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന ഉടൻ തന്നെ ഷാരോൺ ഛർദ്ദിക്കുന്നത് കണ്ടു എന്നുള്ളതായിരുന്നു റിജിന്റെ മൊഴി. അന്ന് ഷാരോണ് വിളിച്ച് 10:30 എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ വിളിച്ച് അവളെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാനും വന്നിട്ട് അവൻ്റെ ബൈക്കിലേക്ക് പോയിട്ടിരുന്നപ്പോൾ തന്നെ അവളെ അമ്മയും അമ്മാവനും അതിൽ പോണത് കണ്ടായിരുന്നു. അവൻ തന്നെ കാണിച്ചു തന്നു. എന്നിട്ട് അവളെ വീട്ടിലെത്തി അവൻ അകത്തേക്ക് പോയി. ഞാൻ കുറച്ച് മാറിയിരുന്നു. ഒരു 20-25 അവൻ ശർദ്ദലോടെയാണ് വെളിയിൽ വന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിൽ പച്ച കളറിലാണ് ഛർദ്ദൽ പോയി കണ്ടത്. അപ്പോൾ ഗ്രീഷ്മ വീട്ടിൽ നിന്ന് കഷായവും ഫ്രൂട്ടിയും അവളെന്നെ ചതിച്ചു എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മയുടെ അമ്മ മൂന്നാം പ്രതിയായിരുന്നു സിന്ധുവിനെ വെറുതെ വിട്ട നടപടിക്കെതിരെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പ്രോസിക്യൂഷനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. മറ്റു 2 പ്രതികൾക്കും പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്താണ് കോടതിയുടെ തീരുമാനമെന്നറിയാൻ നാളെ വരെ കാത്തിരിക്കാം. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.